Often, when there is a person who is in deep distress, we blame the person. പലപ്പോഴും വല്ലാത്ത മാനസിക ക്ഷോഭമുള്ള അല്ലെങ്കിൽ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലായിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. We blame the victim. പലപ്പോഴും ഇരകളാക്കപ്പെടുന്നവരെയാണ് നാം കുറ്റപ്പെടുത്തുക. But Jesus does not blame the victim. എന്നാൽ യേശു ഒരിക്കലും അങ്ങനെ ഇരയാക്കപ്പെട്ടവനെ കുറ്റം ചുമത്തുന്നില്ല. He did not say to the leprosy patient that you must have sinned, therefore because of your sin you have got this disease. കുഷ്ഠരോഗി, നീ എപ്പോഴോ പാപം ചെയ്തതുകൊണ്ടാണ് നിനക്ക് ഈ രോഗമുണ്ടായത് എന്ന് കർത്താവ് അയാളോട് പറഞ്ഞില്ല. No, Jesus had compassion on him. എന്നാൽ യേശുവിന് അയാളോട് മനസ്സലിവ് തോന്നി. Compassion is a very strong word in the Greek language in which the Bible, New Testament is written. പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ശക്തമായ ഒരു പദമാണ്. It means that something painfully moves inside yourself. ഒരാളിന്റെ ആളത്വത്തിൽ തന്നെ വളരെ വേദനാപൂർവം വേദനയുടെ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന എന്തോ ഒരു ആന്തരികമായ ഭാവമാണ് മനസ്സലിവ് എന്ന് പറയുന്നത്. So that pain is almost like the pain of the victim. ആ വേദന ഉണ്ടല്ലോ, ആ വേദന ഇരയാക്കപ്പെട്ടവന്റെ വേദനയ്ക്ക് തുല്യമായ ഒരു വേദനയാണ്. So when Jesus is moved with compassion, his inner pain is almost the same like the pain of the leprosy patient. യേശു കർത്താവിന് കുഷ്ഠരോഗിയോട് മനസ്സലിവ് തോന്നിയപ്പോൾ കുഷ്ഠരോഗിക്കുണ്ടായിരുന്ന വേദന എത്രമാത്രമാണോ അത്രമാത്രം വേദനയാണ് യേശുവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അനുഭവപ്പെട്ടത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. And then he does something unorthodox. വളരെ സാധാരണമല്ലാത്ത ഒരു കാര്യം അപ്പോൾ കർത്താവ് ചെയ്തു. He touches the leprosy patient. വ്യവസ്ഥാപിതമായ മൂല്യങ്ങൾക്ക് വ്യത്യസ്തമായി കർത്താവ് അവനെ തൊട്ടു. And then verse 42 says, 42ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, and immediately the leprosy left him and he was made clean. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. See, it is a very radical thing. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ്. By touching the unclean person, Jesus doesn't become unclean. അശുദ്ധനായ ഒരാളെന്ന് വിചാരിക്കുന്ന ഒരാളിനെ തൊട്ടതുകൊണ്ട് യേശു ഒരിക്കലും അശുദ്ധനായി തീർന്നില്ല. But the unclean person becomes clean. എന്നാൽ അശുദ്ധൻ എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ ശുദ്ധനായി തീരുകയാണ്. Jesus is holy, as I had said at the beginning of the message. ഇന്നലെ നമ്മുടെ ഈ ദൂതിൽ ഞാൻ പറഞ്ഞതുപോലെ യേശു തമ്പുരാൻ പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. He is holy because he sends the Holy Spirit. കർത്താവ് വിശുദ്ധനായതുകൊണ്ടാണ് വിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അയച്ചു തരുന്നത്. But by touching the leprosy patient, untouchable, Jesus does not become unholy. എന്നാൽ ഈ അശുദ്ധൻ എന്ന പേര് വിളിക്കപ്പെട്ട കുഷ്ഠരോഗിയെ തൊട്ടതുകൊണ്ട് യേശു തമ്പുരാൻ അശുദ്ധനായി തീരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. In fact, that unholy person, the untouchable leprosy person, become cleansed and becomes holy. തൊട്ടുകൂടാത്ത അശുദ്ധനായിരുന്ന ഈ മനുഷ്യൻ യേശുവിന്റെ സ്പർശനത്താൽ ശുദ്ധനായി തീരുകയാണ്. This is what Jesus tells him sternly in verse 44. 44ാമത്തെ വാക്യത്തിൽ
കർത്താവ് അത് ഈ രോഗിയോട് പറയുന്നത് ശ്രദ്ധിക്കുക. Please read 44. 44-ാമത്തെ വാക്യം നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. So now the leprosy patient is fit enough to go to the temple of God, to the priest. കുഷ്ഠരോഗിയായിരുന്ന ആള് ഇപ്പോൾ ആരോഗ്യം പ്രാപിച്ച് ശുദ്ധി പ്രാപിച്ച് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന് തന്നെ കാണിക്കുവാൻ തക്കവണ്ണം ശക്തനായി തീർന്നു. Jesus is absolutely sure that the priest will give you a certificate of being cured, being clean. The leprosy patient was thought to be unclean, not a sick person. So he needed a certificate of being cleansed. അശുദ്ധൻ എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഈ ആളിനെ കർത്താവ് സൗഖ്യമാക്കിയതിനാൽ പുരോഹിതന്റെ അടുത്ത് ചെല്ലുമ്പോൾ പുരോഹിതൻ അദ്ദേഹത്തിന് സൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം നൽകും എന്നുള്ളത് കർത്താവിന് പൂർണ്ണ ബോധ്യമായിരുന്നു. അത്രമാത്രം ശുദ്ധീകരണവും സൗഖ്യവും കുഷ്ഠരോഗിക്ക് സംഭവിച്ചിരുന്നല്ലോ. So Jesus was holy, and by touching the unholy person becomes holy, capable of going to a priest. വിശുദ്ധനായ കർത്താവ്, പരിശുദ്ധനായ കർത്താവ് അശുദ്ധനായിരുന്ന ഈ കുഷ്ഠരോഗിയെ തൊട്ടതിനാൽ അശുദ്ധനായവൻ ശുദ്ധനായി തീരുകയും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവനിപ്പോൾ യോഗ്യത ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. The same power Jesus is given to each one of you who are sitting here. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേ ശക്തിയാണ് കർത്താവ് പങ്കുവച്ചു തരുന്നത്. He has given you the power to serve people without seeing their color, without seeing their backgrounds, without seeing anyone who is his need, you must serve. ഒരാളിൻ്റെ നിറമോ അയാളുടെ കുലമോ അയാളുടെ മറ്റെന്തെങ്കിലും യോഗ്യതയോ നോക്കാതെ ഏതൊരു മനുഷ്യനെയും ശുശ്രൂഷിക്കുവാൻ ഉള്ള ശക്തി ദൈവം തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കുവച്ച് നൽകിയിരിക്കുകയാണ്. You should have the compassionate heart to serve the people in need. ആവശ്യത്തിലിരിക്കുന്നവരെ ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ മനസ്സലിവിൻ്റെ ശക്തമായ ഭാവം ഉണ്ടായേ മതിയാകൂ. Who no one wants to serve, you are called to serve. ആരും ശുശ്രൂഷിക്കുവാൻ ഇല്ലാത്തവരെ ശുശ്രൂഷിക്കുവാൻ ക്രിസ്തു സഭയിലെ ക്രിസ്തു ശിഷ്യരെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. Because nothing can make you unholy, nothing can make you unclean. പ്രിയപ്പെട്ടവരെ, യാതൊന്നിനും തന്നെ നിങ്ങളെ അശുദ്ധരാക്കാനോ നിങ്ങളെ ശുദ്ധിയില്ലാത്തവരാക്കി മലിനമുള്ളവരാക്കി തീർക്കുവാനോ കഴിയുന്നതല്ല എന്ന് നാം അറിയുന്നു. But your touch will make other people clean, will make other people holy. എന്നാൽ നിങ്ങളുടെ സ്പർശനമുണ്ടല്ലോ, ആ സ്പർശനം നിങ്ങളെ അശുദ്ധരാക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെ സ്പർശിക്കുന്നുവോ അവരെ ശുദ്ധരാക്കുവാൻ മതിയായതാണ്. We must have that compassion in our hearts to help people in need. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിന് നമ്മുടെ മനസ്സുകളിൽ മനസ്സലിവ് ഉണ്ടാവണം. That our heart should pain like the person who is in trouble. ആവശ്യത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന ആളിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി അതിന് സമാനമായി വേദനിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവുകയാണ് ആവശ്യം. The compassion that Jesus had for this leprosy patient was not sympathy. ഈ കുഷ്ഠരോഗിയായ മനുഷ്യനോട് കർത്താവ് കാണിച്ച മനസ്സലിവ് കേവല സഹതാപമായിരുന്നില്ല. It was not empathy. അത് സഹതാപമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇയാൾ കാണുന്നത് പോലെ തന്നെ കാണാനുള്ള അതേ ഭാവവുമായിരുന്നില്ല. But it was an inner pain, as it was the same kind of pain like the cry of the leprosy patient. കുഷ്ഠരോഗബാധിതനായിരുന്ന മനുഷ്യന്റെ വേദനയുടെ രഹസ്യം എന്തായിരുന്നു, അതിന്റെ രസതന്ത്രം എന്തായിരുന്നു, അതുപോലെ തന്നെ കർത്താവും വേദനിക്കുകയാണ് ചെയ്തത്. A person in trouble needs help immediately. പ്രിയപ്പെട്ടവരെ, ആവശ്യത്തിലായിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായമാണ് ആവശ്യം, പെട്ടെന്നുണ്ടാകുന്ന സഹായമാണ് ആവശ്യം. Rationalizing and moralizing can come later. ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ചുള്ള യുക്തിചിന്തയോ അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകളോ ഒക്കെ പിന്നാലെ വന്നോട്ടെ. I was once attached to a project that was in a slum. ഒരു സ്ലം ഏരിയയിൽ ചേരി പ്രദേശത്തുള്ള ഒരു പ്രത്യേക പദ്ധതിയുമായി ഞാൻ ബന്ധപ്പെടേണ്ട ഒരു കാലമുണ്ടായിരുന്നു. And this slum was located under the hydroelectric cable line. ഹൈഡ്രോ ഇലക്ട്രിക് കേബിൾ പോകുന്ന ഒരു 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 കാര്യത്തിൻ്റെ താഴെയായിട്ടാണ് ഈ ചേരി
നിലവിലിരുന്നത്. So those cables were going on top and this slum was underneath. അതായത് ഈ കേബിളുകൾ ഇവർ താമസിക്കുന്ന താമസ ഇടങ്ങളുടെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. So there was a need for vaccinizing against polio. Those days there was a big campaign to vaccinate against polio. പിള്ളവാത രോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പ് ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട സന്ദർഭമായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി വളരെ വലിയ ശക്തീകരണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. So the government has taken a lot of initiative in vaccinating babies. കുഞ്ഞുങ്ങളെ അപ്രകാരം കുത്തിവെക്കുന്നതിന് സർക്കാർ ചില പ്രധാന നടപടികൾ സ്വീകരിച്ച ഒരു കാലമായിരുന്നു അത്. So we asked them that whether they could come and vaccinate the babies in that slum. ആ സ്ലമ്മിൽ വന്ന ചേരി പ്രദേശത്ത് വന്ന് കുഞ്ഞുങ്ങളെ വന്ന് കുത്തിവെക്കാമോ എന്ന് കുത്തിവെപ്പുകാരോട് ഞങ്ങൾ അന്വേഷിച്ചു. So of course they asked what NGO you belong to, and we said we are from the Delhi Brotherhood Society, so on and so forth. അവർ ഞങ്ങളോട് നിങ്ങൾ ഏത് NGOയിൽ പെട്ടവരാണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഡൽഹി ബ്രദർഹുഡ് സൊസൈറ്റിയിൽ നിന്ന് വരുന്നവരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. And then they put an objection. അത് പറഞ്ഞപ്പോൾ അവർ ഒരു എതിർപ്പ് രേഖപ്പെടുത്തി. They said this slum is an objectionable slum. അവർ പറയുകയാണ് ഈ ചേരി ഉണ്ടല്ലോ അത് ഒരിക്കലും പാടില്ലാത്ത ഒരു വാസസ്ഥലമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വാസമാണ് അവിടെ ഉള്ളത്. The objection is that it is in a hazardous place. അതായത് ഈ സ്ഥലം ഒരു തീരെ വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്താണ് എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നത്. The hazard is the hydroelectric cables that are going above it. അവരുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ഈ വലിയ കേബിളുകളാണ് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകട സാധ്യത എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. So we are not supposed to give any amenities to this slum. അതുകൊണ്ട് ഇങ്ങനെ ഈ ചേരിയിൽ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഗവൺമെന്റിന്റെ സേവനങ്ങളും കൊടുക്കുന്നതിന് കഴിയുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. We cannot encourage them to stay on under this hazardous situation. ഈ അപകടകരമായ സാഹചര്യത്തിൽ അവർ തുടർന്നും ജീവിക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവർ പറഞ്ഞു. And we had a very good social worker, the head of the department. ഞങ്ങൾക്ക് വളരെ നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ആ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ തലവനായിരുന്ന ഒരു ദേഹം ഉണ്ടായിരുന്നു. And he argued അദ്ദേഹം അവരോട് വാദിച്ചു that the baby that is born today is not its fault. ഇന്ന് ജനിച്ച ഒരു കുഞ്ഞല്ലല്ലോ ഈ പറയുന്ന തെറ്റിന് കാരണക്കാരൻ. The baby is in need to be vaccinated against polio. ഈ കൊച്ചു കുഞ്ഞിന് രോഗബാധ ഉണ്ടാകാതിരിക്കുവാൻ അവർക്ക് കുത്തിവെപ്പ് വേണമെന്നുള്ളത് ആവശ്യമാണ്. And that the health department must meet its needs. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യം അറിഞ്ഞ് അവർക്ക് സഹായിക്കുകയാണ് വേണ്ടതെന്ന് ആ സോഷ്യൽ വർക്കർ വളരെ ശക്തമായി വാദിച്ചു. The point of this story is this. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. That we must attend to the person who is in need and not start asking questions or making inquiries. പ്രിയപ്പെട്ടവരെ, ആവശ്യത്തിലിരിക്കുന്ന ആളിനെ സഹായിക്കാൻ ചെല്ലുമ്പോൾ നാം അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ വിഷമിപ്പിക്കുവാനല്ല നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. Remember, you must also remember what Saint Augustine said about the church. സഭയെക്കുറിച്ച് വിശുദ്ധനായ അഗസ്തീനോസ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. Saint Augustine said that church is not our home. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത് സഭ എന്ന് പറയുന്നത് നമ്മുടെ വീടല്ല. Our home is with God. നമ്മുടെ വീട് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെയാണ്. But church is a hospital. എന്നാൽ സഭ എന്ന് പറയുന്നത് ഒരു ആശുപത്രിയാണ്. In church, all those people who need help and are in need or have sinned or have fallen short of something are coming to the church. പാപം ചെയ്തിട്ടുള്ളവരും മോചനം ആവശ്യമുള്ളവരും ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരേണ്ടവരുമായ ആളുകളാണ് ഈ ആതുരാലയമായ ദൈവാലയത്തിലേക്ക്, പള്ളിയിലേക്ക്, സഭയിലേക്ക് വരുന്നത് എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്. So don't expect the church to be perfect. അതുകൊണ്ട് ഒരു സഭ എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതായിരിക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. Church is full of patience.
സഭ എന്ന് പറയുന്നത് രോഗികളുടെ ഒരു സമൂഹമാണ്. We all have our needs and our pains and our diseases. നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടേതായുള്ള രോഗങ്ങളോ വേദനകളോ സങ്കടങ്ങളോ ഒക്കെ ഉള്ളവരാണ്. And we have to help one another. നമ്മൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്. Therefore, within the church, we should stop talking against one another. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സഭയ്ക്കകത്ത് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണം. We should stop gossiping about others behind their back. മറ്റുള്ളവരെ കുറിച്ച് അവരുടെ തെറ്റുകളെ കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവരായി നാം തീരരുത്. Because we all need help from the great physician Jesus Christ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എല്ലാവരും മഹാവൈദ്യനായ യേശുവിന്റെ സ്പർശനം ആവശ്യമുള്ളവരാണ്. And we also have to bring healing to one another. പരസ്പരം സൗഖ്യം നൽകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. So we should not start judging one another or passing remarks on one another or criticizing one another, saying that I am better and he is very bad. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റപ്പെടുത്തുകയോ അപവാദം പ്രചരിപ്പിക്കുകയോ ഞാൻ അവരെക്കാൾ നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തകർക്കുകയോ ചെയ്യാൻ ആരും ശ്രമിക്കരുത്. This is not how Jesus met the leprosy patient. അങ്ങനെയല്ലല്ലോ കർത്താവ് ഈ കുഷ്ഠരോഗിയെ കണ്ടുമുട്ടിയത്. Jesus met a person who was in trouble. He had the leprosy disease. രോഗിയായിരുന്ന കുഷ്ഠരോഗം ബാധിച്ചിരുന്ന ആളിനെ അയാളുടെ ബുദ്ധിമുട്ടിന്റെ മധ്യയാണ് കർത്താവ് കണ്ടുമുട്ടിയത്. He did not ask what was his sin. അവന്റെ പാപം എന്തായിരുന്നു എന്നൊന്നും യേശു ചോദിച്ചില്ല. He did not say that he was under the punishment of God. ദൈവം ശിക്ഷിച്ചിരിക്കുകയാണ് എന്നും യേശു അയാളോട് പറഞ്ഞില്ല. He did not say that it was his own fault. അയാളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് യേശു അയാളോട് പറഞ്ഞില്ലല്ലോ. But Jesus had compassion on him. എന്നാൽ യേശുവിന് അയാളോട് മനസ്സലിവ് തോന്നി. And he stretched out his hands and touched him. മനസ്സലിവ് തോന്നിയിട്ട് കൈ നീട്ടി അയാളെ തൊട്ടു. The same power Jesus has given to each one of you. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേ ശക്തിയാണ് കർത്താവ് പങ്കുവച്ചു തരുന്നത്. You can heal one another. നിങ്ങൾക്ക് പരസ്പരം സൗഖ്യമാക്കുവാൻ കഴിയും. In the name of Jesus, you can cure one another. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് പരസ്പരം സൗഖ്യദായകരാകുവാനായിട്ട് കഴിയും. Not only one another within the church, but in the larger society. പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്ത് മാത്രമല്ല സഭയുടെ പുറത്തും നമുക്കിതുപോലെ സൗഖ്യദായകരായി തീരുവാൻ കഴിയും. With compassion, we have to go out and reach the needy. മനസ്സലിവിന്റെ നിറവോടുകൂടെ ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ തൊടുന്നതിന് നാം ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. Now, if you go to large cities in this country, ഈ രാജ്യത്തുള്ള വലിയ നഗരങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, like Bombay or Delhi or Calcutta, ബോംബെ, കൽക്കട്ട മുതലായ വൻ നഗരങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, yes, or Bangalore or many all over the country, ഈ രാജ്യത്തുള്ള ബാംഗ്ലൂർ മുതലായ ഏതൊരു നഗരത്തിൽ പോയാലും there are people on the streets. പ്രിയപ്പെട്ടവരെ, തെരുവുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. There are children on the streets. തെരുവുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. There are children who are born on the streets. തെരുവുകളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. The women of the streets are often bear children. തെരുവുകളിൽ അങ്ങനെ അനാഥമാക്കപ്പെടുന്ന സ്ത്രീകൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്. They all need help. അവർക്കെല്ലാവർക്കും സഹായം ആവശ്യമാണ്. And if you go up to the northern states, the cities are very cold at the moment. വടക്കേ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവിടെ വലിയ തണുപ്പാണ് ഈ സമയത്ത്. And people die of cold. വലിയ തണുപ്പ് കാരണം ആളുകൾ മരിക്കുന്നുണ്ട് അവിടെയൊക്കെ. And in May and June people will die of heat. മെയ് ജൂൺ മാസങ്ങളിൽ ചൂട് കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. People need help. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സഹായം ആവശ്യമാണ്. So the church, and as the disciples of Jesus, we should have a compassion to reach out to these people. കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് ഈ ആളുകളെ സ്പർശിക്കുവാൻ തക്കവണ്ണം, അവരെ പോയി കാണുവാൻ തക്കവണ്ണം നമുക്ക് മനസ്സലിവ് കൊണ്ട് നാം നിറയേണ്ടവരാണ്. I'm reminded of one more story of Saint Mother Teresa of Calcutta. കൽക്കത്തയിലെ മദർ തെരേസയെ കുറിച്ചുള്ള ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. When she started a home for the destitute and the dying in Kolkata, കൽക്കത്തയിൽ മരിക്കുവാനുള്ളവർക്ക് വേണ്ടി, മരണാസന്നരായവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഭവനം അവർ ആരംഭിച്ചപ്പോൾ she started picking up the dying people from the streets of that city. ആ പട്ടണത്തിലെ നഗര തെരുവീഥികളിൽ നിന്ന് മരണാസന്നരായ ആളുകളെ അവർ എടുത്തുകൊണ്ടുവന്നു. Unconditional love of God. ദൈവത്തിന്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. In fact, she used to say that when she
cares for the poor, when she dresses their wounds, she is doing it as if she's doing to Jesus. അവരിങ്ങനെയാണ് പറഞ്ഞത്, ഇപ്രകാരമുള്ള ആളുകളുടെ മുറിവുകളെ വെച്ച് കെട്ടുമ്പോഴോ അവരെ ശുശ്രൂഷിക്കുമ്പോഴോ അവരത് ചെയ്യുന്നത് അവരത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തിലാണ് ചെയ്യുന്നത്. She picked up a woman who was half eaten by rats on one side of her face. ഒരു വശം മുഴുവനും പുഴു അരിച്ച ഒരു സ്ത്രീയെ ഒരിക്കൽ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. But this woman was still alive. എന്നാൽ ഈ പുഴു അരിക്കപ്പെട്ട സ്ത്രീ അപ്പോഴും ജീവനുള്ളവളായിരുന്നു. But she had no strength. എന്നാൽ ഒട്ടും ബലമുണ്ടായിരുന്നില്ല. So she took her and she gave her a dignified death. അങ്ങനെയുള്ള ആളിനെ എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷിച്ച് അന്തസ്സുള്ള ഒരു മരണം ആ സ്ത്രീക്ക് നൽകി. A lot of people need to be given dignity at death. പ്രിയപ്പെട്ടവരെ, ധാരാളം ആളുകൾക്ക് മരിക്കുവാൻ തുടങ്ങുമ്പോഴെങ്കിലും അന്തസ്സോടുകൂടെ മരിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ആവശ്യമുള്ളവരാണ്. She used to tell to the dying people of the streets in her ward. തൻ്റെ സ്ഥാപനത്തിൽ ഇപ്രകാരം മരണാസന്നരായ ആളുകളോട് മദർ തെരേസ ഇങ്ങനെ പറയും, there is God. ദൈവം ജീവിക്കുന്നുണ്ട്. Great hope for the dying person. മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രത്യാശയാണ് ആ വാക്കുകളിലൂടെ പകരുന്നത്. So a great work of the Christian community in the church is to help people die with dignity. പ്രിയപ്പെട്ടവരെ, അന്തസ്സോടുകൂടെ മരിക്കുവാൻ തക്കവണ്ണം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഈ സഭയ്ക്ക് ഭാരതത്തിലുണ്ട് എന്ന് നാം അറിയുക. Many of us have to be reconciled before we die. We have to be reconciled to God and to each other. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് ദൈവത്തോടും സഹമനുഷ്യരോടും അനുരഞ്ജനപ്പെടേണ്ട ധാരാളം ആളുകൾ ഉണ്ടാവാം. Remember, on the day of judgment, ഓർക്കുക, ന്യായവിധിയുടെ ദിവസത്തിൽ you and I will be judged ഞാനും നിങ്ങളും ന്യായം വിധിക്കപ്പെടുന്നത് on how much we had been compassionate to Jesus. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പേരിൽ നാം എത്രമാത്രം മനസ്സലിവുള്ളവരായിരുന്നു, യേശുവിനോട് മനസ്സലിവുള്ളവരായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. But where do we find Jesus? എന്നാൽ എവിടെയാണ് നാം യേശുവിനെ കാണുന്നത്? Yes, we find Jesus in the fellowship of the church. സഭയുടെ കൂട്ടായ്മയിലാണ് യേശുവിനെ കാണുന്നത്. We find Jesus on the sacrament of the altar. അൾത്താരയിൽ നിർവഹിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനത്തിൽ നമുക്ക് യേശുവിനെ കാണാം. But Jesus says in Gospel of Matthew chapter 25 verse 34. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, You can read it in Malayalam. Yes. 34-ാമത്തെ വാക്യം, രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. Okay, now the righteous are surprised. അത് കേട്ട നീതിമാന്മാർ അത്ഭുത സ്തബ്ധരായി. And they asked, Lord, when did we see you hungry and thirsty? And when were you a stranger? And when did we see you naked? And when did we see you sick? And when were you in prison? കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. And then the answer is in verse 40. 40-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഉത്തരം കർത്താവ് പറയുന്നുണ്ട്. You please read it. രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. So each one of these people, when you serve with compassion, you are actually serving Jesus in them. പ്രിയപ്പെട്ടവരെ, ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന ഇവിടെ പേര് പറഞ്ഞപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും യേശുവിൻ്റെ മനസ്സലിവോടുകൂടെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് ഈ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. So when you are serving a person who is sick, or even struck by AIDS or some virus or any disease, it is Jesus suffering in that person. ഏതെങ്കിലും രോഗബാധയാൽ വിഷമിക്കുന്ന എയ്ഡ്സ് രോഗബാധികളോ മറ്റേതെങ്കിലും രോഗബാധിതരോ ആവട്ടെ, അങ്ങനെയുള്ളവരെ മനസ്സലിവോടുകൂടെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. So don't condemn a person who is suffering.
അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ദുഃഖം അനുഭവിക്കുന്ന ഒരാളിനെ ഒരിക്കലും നിന്ദിക്കരുത്. Don't criticize. ആ ആളിനെ വിമർശിക്കരുത്. Don't judge them. അവരെ ന്യായം വിധിക്കുകയും ചെയ്യരുത്. But you should thank God എന്നാൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. that these people gave you a chance to serve Jesus. എന്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആളുകളെ ശുശ്രൂഷിക്കുന്നതിലൂടെ ദൈവത്തെ തന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നല്ലോ എന്നുള്ളത് കൊണ്ടാണ്. God has given you the power to heal through prayer. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ സൗഖ്യമാക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ശക്തി തന്നിരിക്കുകയാണ്. God has given you the power to heal through touch. സ്പർശനത്തിലൂടെ ചില ആളുകൾക്ക് സൗഖ്യം കൊടുക്കുവാൻ കർത്താവ് നമുക്ക് ശക്തി തന്നിരിക്കുകയാണ്. When I was a chaplain in St. Stephen's Hospital in Delhi, ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ ഞാൻ ചാപ്ലൈനായി ശുശ്രൂഷ ചെയ്യുന്ന കാലം I used to see how doctors, when they would teach, they would see their patients. They would touch them in the places where they would be complaining about pain. ഏതെങ്കിലും രോഗത്തിൻ്റെ പരാതിയുമായി ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ രോഗബാധയുള്ള വേദനയുള്ള ഭാഗങ്ങളിൽ ഈ ഡോക്ടർമാർ തൊട്ട് അവരെ പരിശോധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. That doctor's touch itself would bring such a relief to the patient. ആ ഡോക്ടറുടെ സ്പർശനം തന്നെ ആ രോഗിക്ക് കൊടുക്കുന്ന ആശ്വാസം വളരെ വലിയതാണ് എന്ന് ഞാൻ അറിയുന്നു. So we have to overcome this problem or thought of condemning people and thinking that someone is clean and unclean or touchable and untouchable. അതുകൊണ്ട് ചില ആളുകൾ അശുദ്ധരാണ്, തൊട്ടുകൂടാത്തവരാണ് എന്നൊക്കെയുള്ള ചിന്താപരമായ അടിമത്വത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് നാം പരിശ്രമിക്കേണ്ടതാണ്. Anyone who is in need, we have to serve. ആവശ്യത്തിലിരിക്കുന്ന ആരെയും നാം ശുശ്രൂഷിക്കേണ്ടതുണ്ട്. A disciple of Jesus follows the Seva Marg. യേശുവിൻ്റെ ശിഷ്യൻ കർത്താവിനെ തന്നെയാണ് അനുഗമിക്കുന്നത്. You must have heard of Karma Marg, Bhakti Marg, Gyan Marg. I am talking today of Seva Marg. ഞാൻ നിങ്ങളോട് പറയുന്ന സേവാമാർഗത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഭക്തിമാർഗത്തെക്കുറിച്ചോ കർമ്മമാർഗത്തെക്കുറിച്ചോ ജ്ഞാനമാർഗത്തെക്കുറിച്ചോ ഒക്കെ അറിവുള്ളവരായിരിക്കാം. എന്നാൽ വിശുദ്ധന്മാരായ ക്രിസ്ത്യാനികൾ നമുക്ക് സേവാമാർഗമാണ് ഉണ്ടാവേണ്ടത്. But this Seva Marg of a disciple of Jesus comes with the compassion that you have. That compassion of painful compassion in your heart, only Jesus can give you the gift of it. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സലിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ സേവാമാർഗത്തിൽ കർത്താവിൻ്റെ വരപ്രാപ്തി അനുഭവിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. I will bring my message to an end now. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ ദൂത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. And let us pray. പ്രാർത്ഥിക്കാം. Lord, what I had to speak, I have spoken. പ്രിയപ്പെട്ട ദൈവമേ, എനിക്കിന്ന് സംസാരിക്കുവാൻ നീ തന്നത് ഞാൻ നിന്റെ ജനത്തോട് അറിയിച്ചുവല്ലോ. And now you work in the hearts of your people to bring fruits of the words that has been sown in them. കർത്താവേ, അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ഈ വചനവിത്തുകൾ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു കൊള്ളണമേ. In Jesus' name we pray. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.